ഇപ്പം രാസായുധ പ്രയോഗം ബലൂചിസ്ഥാൻ പക്തൂൺ മേഖലയിലാണ് നടത്തിയിരിക്കുന്നത്. അപ്പം ഇതിനകത്തെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായിട്ട് പാകിസ്ഥാനിൽ വരുന്ന രാഷ്ട്രീയ മാറ്റം അല്ലെങ്കിൽ ഡെവലപ്മെന്റ്സ് നമ്മൾ ഏറ്റവും അവസാനം കണ്ടത് എല്ലാ അധികാരങ്ങളും ഈ പറയുന്നത് പോലെ മുനീറിൽ നിക്ഷിപ്തമാക്കി ഭരണഘടന തിരുത്തി ഇനി അവിടെ പ്രധാനമന്ത്രി വേണ്ട, അല്ലെങ്കിൽ പാർലമെന്റ് വേണ്ട, ജനാധിപത്യ സംവിധാനം വേണ്ട, ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അതൊക്കെ നോക്കുപാവയുടെ കണക്കിന് ഇരിക്കുകയും ഇതിന്റെ സൈന്യത്തിന്റെ അല്ലെങ്കിൽ അതായത് അധികാര സ്രോതസ്സുകൾ ആ രാജ്യത്തിനെ എങ്ങനെ കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്ന സംവിധാനങ്ങൾ മൊത്തം ഇയാളുടെ കയ്യിലായി. ഈ പറയുന്ന ആണവായുധത്തിന്റെ അല്ലെങ്കിൽ സൈന്യത്തിന്റെ തല എല്ലാം കഷ്ടപ്പെടി മരിക്കും വരെ യൂണിഫോം ഊരുകയും വേണ്ട. അപ്പൊ യഥാർത്ഥത്തിൽ ഇയാളെ ഇതേ രീതിയിലാക്കിയത്, ഇത് ആകുന്നതിന് മുമ്പ് ഭരണഘടനാ ഭേദഗതി വരുത്തി പ്രധാനമന്ത്രി ഒപ്പിടുന്നതിന് തയ്യാറാകാതെ ഒരുപക്ഷെ വിദേശ രാജ്യങ്ങളിൽ പോയി. അതിനുശേഷം അയാളെ തിരിച്ചു കൊണ്ടുവരുന്ന ഒപ്പിടാൻ പറഞ്ഞ് ഒപ്പിടിച്ചത് ട്രംപാ. പരസ്യമായിട്ട് അങ്ങനെ പറഞ്ഞില്ലെങ്കിലും അതിന്റെ ഇടപെടൽ ട്രംപിനകത്തുണ്ട്. അതായത് ഇയാളെ അവിടെ വേണം. ബലൂചിസ്ഥാൻ മേഖലയിൽ നിങ്ങൾ പറഞ്ഞല്ലോ TTP മേഖല കഴിഞ്ഞ ദിവസം തെഹരീക്കെ താലിബാൻ TTP മേഖലയെ വ്യോമാക്രമണം നടത്തി. അതിനുശേഷം ബംഗ്ലാദേശ് തലസ്ഥാനത്തിലേക്ക് വ്യോമാക്രമണം നടത്തി. ഇപ്പം ബലൂചിസ്ഥാൻ ഇത് വന്നതിന് ശേഷം ഈ രാസായുധം 1930 എനിക്ക് തോന്നുന്നു ഈ ലോകരാജ്യങ്ങൾ തീരുമാനിച്ചു. ഇറ്റലി അല്ലെ, എത്യോപ്യയിൽ അല്ലെ, അവിടെ ഈ രാസായുധ പ്രയോഗം നടത്തിയിട്ടുണ്ട്. അതിനുശേഷം അമേരിക്ക ഈ പറയുന്നത് പോലെ ഒരു രാസായുധ പ്രയോഗം നോർത്ത് കൊറിയയിൽ നടത്തി. 20 ലക്ഷം പേരോളം മരിച്ചു. പക്ഷെ അമേരിക്ക ഇതുവരെ ഏറ്റിട്ടില്ല. അപ്പോൾ വളരെ വളരെ അണുവായുധം പോലെ മാരകമായിട്ടുള്ളതാണ് രാസായുധ പ്രയോഗം. ഈ ഫോസ്ഫറസ് പോലെയുള്ള വസ്ത്രങ്ങൾ ഈ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മോട്ടോർ ഷെല്ലുകൾ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇത് മനുഷ്യൻ ഉരുകി തീർന്നു പോകും.